കൊച്ചി നഗരത്തിലെ ഒരു ദിവസത്തെ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ ദൈനിക താപാന്തരം എത്രയാണ്? ചോദിച്ചേക്കുന്നത് ദൈനിക താപാന്തരമാണ്. എന്താണ് ഈ ദൈനിക താപാന്തരം? അതറിയാതെ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ തുടങ്ങിയതല്ല കണക്ക് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. സ്കൂൾ കാലം തൊട്ടേ മാത്തമാറ്റിക്സ് എന്ന വിഷയം കുറച്ച് പ്രശ്നമാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് കണക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. പക്ഷേ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചില കണക്കുകളാണ്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത കണക്കുകളാണ്. നോർമലി നമ്മൾ PSC എക്സാംസിന് കടന്നു വരുന്ന ചില പ്രോബ്ലംസ്, ജോഗ്രഫിക്കൽ ആസ്പെക്ട്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. ഒരു 6-7 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പതുക്കെ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഈ അടുത്ത് ഒരു കേറ്ററ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ PSC എക്സാമിനല്ല, കേറ്ററ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. അതിൽ നിന്ന് നമുക്ക് തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആരും പ്രോബ്ലംസ് അല്ലെങ്കിൽ മാത്സ് ബുദ്ധിമുട്ടുള്ളവരൊന്നും വിഷമിക്കേണ്ട. വളരെ ചെറിയ കുഞ്ഞു കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ചെറിയ കണക്കുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആദ്യ ചോദ്യം ഒന്ന് കണ്ടേക്കുക. ചോദ്യം വായിക്കാം. ഒരു ധരാതലീയ ഭൂപടത്തിലെ മില്യൺ ഷീറ്റിലെ AB എന്നീ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം 6 സെൻറ്റിമീറ്റർ ആയാൽ ആ പ്രദേശങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം എത്ര? അപ്പോൾ ഒരു ഭൂപടത്തിലെ കാര്യം പറയുന്നത് കേട്ടോ. ഒരു ഭൂപടത്തിലെ കാര്യം പറയുന്നത് ഒരു ധരാതലീയ ഭൂപടമാണ്. എന്താണ് ധരാതലീയ ഭൂപടം? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ ധരാതലീയ ഭൂപടം എന്ന് വിളിക്കുന്നത്, ആണല്ലോ. അപ്പോൾ അതിലെ മില്യൺ ഷീറ്റ് എന്നറിയപ്പെടുന്ന സ്കെയിലിലുള്ള ഒരു ഭൂപടം, ധരാതലീയ ഭൂപടത്തിലെ ഏത് സ്കെയിലുള്ള ഭൂപടമാണിത്? മില്യൺ ഷീറ്റ്. എന്താണ് ഈ മില്യൺ ഷീറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1:10 ലക്ഷം 1:10 ലക്ഷം എന്ന തോതിൽ നിർമ്മിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ മില്യൺ ഷീറ്റ് എന്ന് വിളിക്കുന്നത്. 1:10 ലക്ഷം. അതായത് നമ്മുടെ മാപ്പിലെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥ ഭൂപ്രദേശത്തിലെ 10 യൂണിറ്റാണ്. അങ്ങനത്തെ ഒരു ഭൂപടത്തിൽ AB എന്നീ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം, ആ ഭൂപടത്തിലെ AB എന്നീ സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം 6 സെൻറ്റിമീറ്റർ ആണ്. Aയിൽ നിന്ന് Bയിലേക്കുള്ള ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ ഇത് ഭൂപടത്തിലെ ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള അകലമാണ്. എങ്കിൽ ശരിക്കും AB എന്നീ സ്ഥലങ്ങൾ ഭൂമിയിൽ എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര മീറ്റർ അകലത്തിലായിരിക്കുമെന്നാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എങ്ങനെയാണ് എത്താനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങണം. ഒരു മില്യൺ ഷീറ്റ് എന്ന് പറയുന്നത് 1:10 ലക്ഷം എന്ന തോതിൽ നിർമ്മിക്കുന്ന ഒരു മാപ്പാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ആദ്യം ഡിറൈവ് ചെയ്യാം. 1:10 ലക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു യൂണിറ്റ്, അതിപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ യഥാർത്ഥ ഭൂമിയിൽ നമ്മുടെ ആ വരച്ചിരിക്കുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ മാപ്പാണല്ലോ വരച്ചേക്കുന്നത്. അവിടുത്തെ 10 ലക്ഷം, ഞാനിവിടെ ലക്ഷം എന്ന് എഴുതുവാണ്, 10 ലക്ഷം സെൻറ്റിമീറ്റർ ആണ്. അതാണ് 1:10 ലക്ഷം എന്ന സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാപ്പിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥ ആ ഭൂപ്രദേശത്തിലെ 10 ലക്ഷം സെൻറ്റിമീറ്ററിനെയാണ് 1 സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചേക്കുന്നത്. ഈ 10 ലക്ഷം സെൻറ്റിമീറ്ററൊക്കെ കാണുമ്പോൾ ഭയങ്കര സംഭവമാണ് നമുക്ക് തോന്നും. നമുക്കതിന് ഒന്നുകൂടെ ഒന്ന് ചുരുക്കാം. 10 ലക്ഷം സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 ലക്ഷം സെൻറ്റിമീറ്റർ 1 കിലോമീറ്റർ ആണല്ലോ. അപ്പോൾ 10 ലക്ഷം സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണ്? 10 കിലോമീറ്റർ. അതായത് ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥ ഭൂപ്രദേശത്തിൻ്റെ 10 കിലോമീറ്റർ ആണ്. അപ്പോൾ യഥാർത്ഥ ഭൂപ്രദേശം 10 കിലോമീറ്റർ വരുന്ന ഒരു ഭൂപ്രദേശം നമ്മൾ ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ ആക്കി വരച്ചാൽ അതിനെ നമ്മൾ മില്യൺ ഷീറ്റ് എന്ന് വിളിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? മില്യൺ ഷീറ്റ്. യഥാർത്ഥ ഭൂപ്രദേശം 10 കിലോമീറ്റർ ആണ്. അതിനെ നമ്മൾ 1 സെൻറ്റിമീറ്റർ ആക്കി വരച്ചാൽ, മാപ്പിനകത്ത് 1 സെൻറ്റിമീറ്റർ ആക്കി വരയ്ക്കുന്നു, അത്രേ വരയ്ക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം വലിയ വിവരങ്ങളൊന്നും നമുക്ക് രേഖപ്പെടുത്താൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെയുള്ള ആ ഒരു ഷീറ്റിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മാപ്പിനെയാണ് നമ്മൾ മില്യൺ ഷീറ്റ് എന്ന് വിളിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ 10 കിലോമീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം AB തമ്മിലുള്ള വ്യത്യാസം 6 സെൻറ്റിമീറ്റർ എന്നാണ്. Aയും Bയും തമ്മിലുള്ള ഭൂപടത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ യഥാർത്ഥ വ്യത്യാസം എത്രയായിരിക്കും? 6 × 10 എത്ര? 60 കിലോമീറ്റർ. എത്രയാണ് ആൻസർ? 60 കിലോമീറ്റർ. നമ്മുടെ ഓപ്ഷനകത്ത് ആൻസർ ഓപ്ഷൻ C ആണ്. 60 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ. 60 കിലോമീറ്റർ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് മില്യൺ ഷീറ്റ്. ഇനി മില്യൺ ഷീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത സ്കെയിൽ എന്ന് പറയുന്നത് ഡിഗ്രി ഷീറ്റാണ്. ഡിഗ്രി ഷീറ്റ്, അടുത്തത് ഡിഗ്രി ഷീറ്റ്. അപ്പോൾ ഇത് മില്യൺ ഷീറ്റ്, അടുത്തത് ഡിഗ്രി ഷീറ്റ്. എന്താണ് ഡിഗ്രി ഷീറ്റിൻ്റെ പ്രത്യേകത? ഭൂമിയിലെ 2.5 ലക്ഷം യൂണിറ്റ്, അതിപ്പോൾ സെൻറ്റിമീറ്റർ ആകാം, മീറ്റർ ആകാം, ഏതെങ്കിലും ആവട്ടെ, 2.5 ലക്ഷം
യൂണിറ്റ് നമ്മൾ 1 സെൻറ്റിമീറ്റർ ആക്കി വരയ്ക്കുന്നു. അതായത് ഒരു യൂണിറ്റ് ആക്കി വരയ്ക്കുന്നു. ഇപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് യഥാർത്ഥ ഭൂപ്രദേശത്തെ 2.5 ലക്ഷം സെൻറ്റിമീറ്ററാണ്. 2.5 ലക്ഷം സെൻറ്റിമീറ്ററാണ്, 2.5 ലാക്ക് സെൻറ്റിമീറ്റർ. ഇത് നമ്മൾ വീണ്ടും മാറ്റിക്കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ, ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2.5 ലക്ഷം സെൻറ്റിമീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റുന്നു. ഭൂപടത്തിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2.5 കിലോമീറ്ററാണ്. അപ്പോൾ യഥാർത്ഥ ഭൂമിയിലെ 2.5 കിലോമീറ്റർ നമ്മൾ 1 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുന്നു. ഭൂപടത്തിലെ പേപ്പർ ഉണ്ടല്ലോ, ഭൂപടം ഒരു പേപ്പറിലല്ല വരയ്ക്കുന്നത്. ആ പേപ്പറിൽ 1 സെൻറ്റിമീറ്റർ ആക്കി വരച്ചാൽ അത് യഥാർത്ഥ ഭൂമിയിലെ 2.5 കിലോമീറ്റർ 1 സെൻറ്റിമീറ്റർ ആക്കി വരച്ചാൽ അത് ഡിഗ്രി ഷീറ്റ്. മില്യൺ ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് മറന്നു പോകരുത്. ഒരു മില്യൺ ഷീറ്റ് വരയ്ക്കുമ്പോൾ അതിൽ അക്ഷാംശങ്ങളുടെ രേഖാംശങ്ങളുടെ വ്യാപ്തി എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ 4 ഡിഗ്രി ആയിരിക്കും. സെൻറ്റിമീറ്റർ അല്ല, 4 ഡിഗ്രി ആയിരിക്കും. അക്ഷാംശ രേഖാംശ വ്യാപ്തി 4 ഡിഗ്രി ആയിരിക്കും. ഒരു ഡിഗ്രി ഷീറ്റിൻ്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 1 ഡിഗ്രി ആയിരിക്കും. ഇതാണ് കഴിഞ്ഞ LDC മെയിൻസിൻ്റെ ചോദ്യം. അവസാനം നടന്ന LDC മെയിൻസിലെ ചോദ്യമാണ്. ഒരു ഡിഗ്രി ഷീറ്റിൻ്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ്? 1 ഡിഗ്രിയാണ്. അപ്പോൾ മില്യൺ ഷീറ്റും ഡിഗ്രി ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മില്യൺ ഷീറ്റ് ആണെങ്കിൽ 1:10 ലക്ഷം, ഡിഗ്രി ഷീറ്റ് ആണെങ്കിൽ 1:2.5 ലക്ഷം. ക്ലിയർ? 1:2.5 ലക്ഷം. മില്യൺ ഷീറ്റ് ആണെങ്കിൽ 4 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തി, ഡിഗ്രി ഷീറ്റ് ആണെങ്കിൽ 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തി. ഇനി ഡിഗ്രി ഷീറ്റിനെ വീണ്ടും നമുക്ക് മുറിച്ചാൽ അത് നമുക്ക് മറ്റൊരു ധരാതലീയ ഭൂപടം നിർമ്മിക്കാം. അത് 1:50,000 എന്ന തോതിലുള്ള 1:50,000 എന്ന തോതിലുള്ള ഒരു ഭൂപടം നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. 1:50,000. അതിൻ്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 15 മിനിറ്റ് ആയിരിക്കും. 1 ഡിഗ്രി പോലും വരുന്നില്ല. മനസ്സിലായോ? 15 മിനിറ്റ് ആയിരിക്കും. അതിൻ്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി 15 മിനിറ്റ് ആയിരിക്കും. ഇനി ഇതിനെ വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ 1:25,000 എന്ന തോതിലുള്ള ഭൂപടം നിർമ്മിക്കാം. 1:25,000. നമ്മുടെ SCERT ടെക്സ്റ്റിനകത്ത് 1:10 ലക്ഷം, 1:2.5 ലക്ഷം, 1:50,000, 1:25,000 എന്ന തോതിൽ സർവേ ഓഫ് ഇന്ത്യ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്ന് ഒരു വാചകം പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1:50,000 എന്ന തോതിലുള്ള ഭൂപടം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് 15 മിനിറ്റ് ആയിരിക്കും. 1:25,000 ആകുമ്പോൾ അക്ഷാംശ രേഖാംശ വ്യാപ്തി നേരെ പകുതിയാവും, 7.5 മിനിറ്റ് ആവും. 7.5 മിനിറ്റ്. ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് ധരാതലീയ ഭൂപടത്തെ പറ്റി പെട്ടെന്ന് പറയാനുള്ളത്. ഈ ചോദ്യത്തിന് ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. 1:10 ലക്ഷം എന്ന് കണ്ടാൽ അവിടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം യൂണിറ്റ് ആണെന്ന് നിങ്ങൾ ഓർത്തോണം. ആ ഭൂപടത്തിലെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം. യഥാർത്ഥ ഭൂമിയിലെ 10 ലക്ഷം യൂണിറ്റ് ആണ്. ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ കൊടുത്താൽ അപ്പുറത്ത് യൂണിറ്റ് എന്തായിരിക്കണം? സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇവിടെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ അപ്പുറത്ത് യൂണിറ്റ് എന്തായിരിക്കണം? മീറ്റർ ആയിരിക്കണം. അപ്പോൾ യൂണിറ്റ് ഇവിടെ മാറുന്നതനുസരിച്ച് അവിടെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ചോദ്യം വന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ ആൻസർ ചെയ്തിട്ടുണ്ട്. എത്ര കിട്ടി? 60 കിലോമീറ്റർ. സിമ്പിൾ കണക്കല്ലേ? ചെറിയ കണക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജോഗ്രഫിയിലെ ചോദ്യങ്ങളൊന്നും അത്രയും നമ്മളെ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളായിരിക്കത്തില്ല. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പൊക്കോട്ടെ. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പൊക്കോട്ടെ. നോക്കിക്കേ, ഭൂമിയിൽ 82.5 ഡിഗ്രി വെസ്റ്റ് രേഖാംശവും 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശവും, അതായത് ഇത് 82 ഡിഗ്രി വെസ്റ്റ്, മറ്റേത് 82 ഡിഗ്രി ഈസ്റ്റ് രേഖാംശവും കടന്നു പോകുന്ന പ്രദേശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്ര? നല്ലൊരു ചോദ്യമാണ്. സമയവുമായി ബന്ധപ്പെട്ട ചോദ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാംസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡിഗ്രി പ്രിലിംസിനൊക്കെ ധാരാളം സമയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. LDCക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഭൂമിയിൽ 82.5 ഡിഗ്രി വെസ്റ്റ് രേഖാംശവും 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശവും കടന്നു പോകുന്ന പ്രദേശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്ര? 2018 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് 2018 കൊറോണയ്ക്ക് മുമ്പ് നടന്ന പരീക്ഷയ്ക്ക് ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ആദ്യം ഭൂമിയുടെ മധ്യഭാഗത്തുള്ള രേഖാംശമാണ് 0 ഡിഗ്രി രേഖാംശം എന്നുള്ളത് ആദ്യം ആലോചിക്കുക, മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഭൂമിയിലെ സമയമേഖലകളെ നമ്മൾ കൃത്യമായിട്ട് വിഭജിക്കുന്നത് ഈ 0 ഡിഗ്രി രേഖാംശം കൊണ്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് GMT, അല്ലേ? ഗ്രീൻവിച്ച് മെറീഡിയൻ ടൈം എന്ന്. ഈ 0 ഡിഗ്രി കടന്നു പോകുന്ന, ഈ രേഖാംശം കടന്നു പോകുന്ന സ്ഥലത്തെ സമയമാണ് GMT. ഇത് ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തൂടെ കടന്നു പോകുന്നു. നമ്മുടെ ബ്രിട്ടനിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇനി ഗ്രീൻവിച്ച് മെറീഡിയൻ ടൈം എന്ന് വിളിക്കുന്നത്. ഇതിനെ തന്നെയാണ് പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നത്. പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ 0 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തത് 82.5 ഡിഗ്രി ഈസ്റ്റ്. 82.5 ഡിഗ്രി ഈസ്റ്റാണ് ഞാൻ ഈ വരച്ചേക്കുന്നത് കേട്ടോ. 82.5 ഡിഗ്രി ഈസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 82 ഡിഗ്രി ഈസ്റ്റ് കടന്നു പോകുന്നത് ഇന്ത്യയിലൂടെയാണ്. 82 ഡിഗ്രി ഈസ്റ്റ് കടന്നു പോകുന്നത് ഇന്ത്യയിലൂടെയാണ്. ഈ രേഖാംശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയുടെ സമയമേഖലയെ നമ്മൾ നിർണ്ണയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് ഇതിനെ വിളിക്കുന്നു. സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ. ക്ലിയർ? ഇനി
82.5 ഡിഗ്രി വെസ്റ്റ്, ഇതേപോലെ തന്നെ 0 ഡിഗ്രിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് 82.5 ഡിഗ്രി വെസ്റ്റ് ഉണ്ട്. ഈ 82.5 ഡിഗ്രി വെസ്റ്റ് കടന്നു വന്നത് നോർത്ത് അമേരിക്ക, പനാമ തുടങ്ങിയ രാജ്യം, അതുപോലെ കരീബിയൻ കടൽ, ഗൾഫ് ഓഫ് മെക്സിക്കോ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് 82 ഡിഗ്രി വെസ്റ്റ് കടന്നു വന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള സമയ വ്യത്യാസം എത്ര ആണെന്നാണ് ചോദ്യം. ഈ സ്ഥലവും തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ഈ മഹേഷിൻ്റെ പ്രതികാരം എന്ന ആ മൂവിക്കകത്ത് മറ്റേ വാഴക്കൊലയത്തമ്മി ആ പഴത്തെ ചൊല്ലിയുള്ള തർക്കം ഉണ്ടാകുന്നുണ്ടല്ലോ, രണ്ടുപേര്. അവർ തമ്മിലുള്ള തർക്കം ഉണ്ടാകുമ്പോൾ ഈ ദിലീഷ് പോത്തനെ വിളിക്കുന്നുണ്ട് ഒരാൾ, അല്ലേ, ആ പഞ്ചായത്ത് മെമ്പർ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഇതിനെ തർക്കം പരിഹരിക്കാൻ ചോദിക്കുമ്പോൾ അവർക്ക് അവിടെ സമയം രാത്രിയാണ്, അവർ ഉറങ്ങുവാണ്, അല്ലേ. അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത്, ഇവർ പകല ഇവിടെ സംഭവം നടക്കുന്നത്, നാട്ടിൽ ഇടുക്കിയിൽ, അവിടെ രാത്രിയാണ്. അപ്പോൾ ഭൂമിയിലെ പ്രദേശങ്ങൾ തമ്മിൽ സമയ വ്യത്യാസമുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സൂര്യപ്രകാശം പതിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമയ വ്യത്യാസം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ സമയ മേഖലകളാക്കി നമ്മൾ ഭൂമിയെ തരംതിരിച്ചിട്ടുണ്ട്. ഭൂമി ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങാനായിട്ട്, സ്വന്തം അച്ചുതരത്തിൽ കറങ്ങാനായിട്ട് എത്രയാണ് എടുക്കുന്ന സമയം? 24 മണിക്കൂറാണ്. 24 മണിക്കൂർ. അത് തന്നെ നിങ്ങൾ ഓർത്താൽ മതി, സമയമേഖലകളുടെ എണ്ണം 24ആണ്. ഭൂമിയിലെ സമയമേഖലകളുടെ എണ്ണം 24ആണ്. ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള സമയമേഖലകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ സമയമേഖല ഫോളോ ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ശ്രീലങ്ക. അത് 82 ഡിഗ്രി ഈസ്റ്റ് ഫോളോ ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര വരുന്നു എന്നെങ്ങനെ കണ്ടുപിടിക്കാം? ഭൂമി 1 ഡിഗ്രി തിരിയാനായിട്ട് 4 മിനിറ്റാണ് സമയമെടുക്കുന്നത്. മൊത്തം ഇത് 360 ഡിഗ്രി തിരിയണമല്ലോ. ഒരു കറക്കം എന്ന് പറയുന്നത് 360 ഡിഗ്രി തിരിയണം. 1 ഡിഗ്രി തിരിയാനായിട്ട് 4 മിനിറ്റ് എടുക്കും. അങ്ങനെ 360 ഡിഗ്രി കറങ്ങി വരുമ്പോൾ 24 മണിക്കൂർ എടുക്കും. ഓക്കെ, 4 മിനിറ്റാണ് 1 ഡിഗ്രി തിരിയാൻ എടുക്കുന്നത്. 15 ഡിഗ്രി തിരിയാനായിട്ട് എടുക്കുന്നത് 1 മണിക്കൂറാണ്. 15 × 4 60 മിനിറ്റ് എന്ന് കിട്ടിയില്ലേ? അങ്ങനെ 1 മണിക്കൂർ. ദാറ്റ് മീൻസ് 0 ഡിഗ്രിയിൽ നിന്ന് 15 ഡിഗ്രി അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം 0 ഡിഗ്രിയിൽ നിന്ന് 1 മണിക്കൂർ മുമ്പിലായിരിക്കും. എത്ര മണിക്കൂർ മുമ്പിലായിരിക്കും? 1 മണിക്കൂർ. ഇതെങ്ങനെ കിട്ടിയത്? 0യിൽ നിന്ന് തൊട്ടടുത്ത ഡിഗ്രി, 1 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ 4 മിനിറ്റ്. ഇപ്പോൾ 15ലേക്ക് എത്തുമ്പോൾ 15 × 4 60 മിനിറ്റ്, 1 മണിക്കൂർ. അങ്ങനെയെങ്കിൽ 30ലേക്ക് എത്തുമ്പോൾ എത്രയായി? 2 മണിക്കൂർ വ്യത്യാസമായി. 0യിൽ നിൽക്കുന്ന ആളും 30ൽ നിൽക്കുന്ന ആളും തമ്മിൽ 2 മണിക്കൂറിൻ്റെ വ്യത്യാസം. ഓക്കെ, 15ആയി, 30ആയി. ഇനി 45 ആകുമ്പോഴോ 3 മണിക്കൂർ വ്യത്യാസം. 60 ആകുമ്പോഴോ 4 മണിക്കൂർ വ്യത്യാസം. 75 ആകുമ്പോഴോ 5 മണിക്കൂർ വ്യത്യാസം. 75 ആകുമ്പോൾ 5 മണിക്കൂർ. നമ്മൾ 75 വരെ കണ്ടുപിടിച്ചു. 15 വെച്ച് കൂട്ടി പോയിട്ട് 75 ആയപ്പോൾ 5 മണിക്കൂർ. ഇനി 82.5ആണ്. അടുത്ത 15ൻ്റെ പകുതി മതി, അല്ലേ? 75 നിന്ന് അടുത്ത 15 കൂട്ടുമ്പോൾ 90 വരേണ്ടത്. പക്ഷേ ഇവിടെ 82 ഉള്ളൂ. നമ്മൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് 82, അതായത് പകുതി മതി. അപ്പോൾ 1 മണിക്കൂറിൻ്റെ പകുതി എടുത്താൽ മതി ഇന്ത്യയിൽ, അല്ലേ? 82 എന്ന് പറയുമ്പോൾ 15ൻ്റെ പകുതിയായിട്ട് 90ൻ്റെ 75ൽ നിന്ന് 90ലേക്ക് എത്തുന്നതിൻ്റെ പകുതിയാണ് 82, അല്ലേ? 75ൽ നിന്ന് 7.5 കൂട്ടി 82 ആയി. വീണ്ടും 7.5 കൂട്ടി കഴിഞ്ഞാൽ 90 ആകും. നമുക്ക് 90 വരെ പോകണ്ട, ഇവിടം വരെ മതി. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടില്ല. 75ൽ നിന്ന് 82 ആയപ്പോൾ 7.5 ഡിഗ്രിയെ മാറിയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അരമണിക്കൂറേ മാറുന്നുള്ളൂ. അതായത് ഇന്ത്യയിൽ നിൽക്കുന്ന ഒരാൾ 5.5 മണിക്കൂർ മുമ്പിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എവിടെ നിന്ന്? 0 ഡിഗ്രിയിൽ നിന്ന് 82 നിൽക്കുന്ന ആൾ, അതായത് ഇന്ത്യയിൽ നിൽക്കുന്ന ആൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഓരോ 15ലും 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. 15ൽ 1 ആണെങ്കിൽ 30ൽ 2, 45ൽ 3, 60ൽ 4, 75ൽ 5, 82 ആയപ്പോൾ 75ൽ 7 കൂടെ കൂട്ടി പകുതിയെ കൂടുന്നുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടില്ല, അരയായിട്ടുള്ളൂ, 5.5 മണിക്കൂർ. ഇതേപോലെ തന്നെ ഈ പറഞ്ഞ 82 ഡിഗ്രി വെസ്റ്റിലും 5.5 മണിക്കൂർ ആവത്തില്ലേ? 5.5 മണിക്കൂർ ആവത്തില്ലേ? ഈ മെക്സിക്കോയിലൂടെ കടന്നു പോകുന്ന, കരീബിയൻ കടലിലൂടെ കടന്നു പോകുന്ന ഈ 82 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തും ആ രാജ്യങ്ങളിലും ഇതേപോലെ 0യിൽ നിന്ന് 5.5 മണിക്കൂർ വ്യത്യാസമില്ലേ? അപ്പോൾ ഈ 5.5യും അങ്ങോട്ടുള്ള 5.5യും കൂടെ കൂട്ടുമ്പോഴല്ലേ നമ്മുടെ ആൻസർ കിട്ടുന്നത്? യെസ്. എത്രയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? 5.5 + 5.5 11 മണിക്കൂർ. 11 മണിക്കൂറാണ് 82 വെസ്റ്റിൽ നിൽക്കുന്നത്. അതായത് ഗൾഫ് ഓഫ് മെക്സിക്കോ, കരീബിയൻ കടൽ, നോർത്ത് അമേരിക്കയിലെ കുറേ രാജ്യങ്ങൾ, അവിടെയുള്ള നോർത്ത് അമേരിക്കയിലെ കുറേ പ്രദേശങ്ങൾ, അവിടെയുള്ള ആളും ഇന്ത്യയിൽ നിൽക്കുന്ന ആളും തമ്മിൽ 11 മണിക്കൂർ വ്യത്യാസം അനുഭവപ്പെടുന്നു. ഈ രേഖാംശമാണെങ്കിൽ 82 ഡിഗ്രി വെസ്റ്റ് രേഖാംശമാണെങ്കിൽ, ഇവിടെ 82 ഡിഗ്രി ഈസ്റ്റ് രേഖാംശമാണെങ്കിൽ ആ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 11 മണിക്കൂർ എടുക്കുന്നു. എങ്ങനെ കണ്ടുപിടിച്ചു? ഭൂമി 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ്, അല്ലെങ്കിൽ 2 രേഖാംശങ്ങൾക്കിടയിലുള്ള വ്യത്യാസം 4 മിനിറ്റ്. അത് വെച്ചുകൊണ്ട് നമ്മൾ 15 ഡിഗ്രിയുടെ ആദ്യം കണ്ടുപിടിച്ചു. 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്രയായി? 1 മണിക്കൂർ, അല്ലേ? അങ്ങനെ നമ്മൾ ഈ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള സമയം 0 ഡിഗ്രിയിൽ നിന്ന്, GMTയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചോദിച്ചാൽ 5.5 പറഞ്ഞാൽ മതി, അല്ലേ? ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചോദിച്ചാൽ 5.5. പക്ഷേ നമുക്ക് GMTയിലേക്കല്ല ചോദിച്ചേക്കുന്നത്, 82ൽ നിന്ന് 82 വെസ്റ്റിലേക്കാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 5.5 കൂടെ കൂട്ടണം. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? ആൻസർ കിട്ടും 11 മണിക്കൂർ എന്ന് കിട്ടും. എത്ര കിട്ടും? 11 മണിക്കൂർ എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? എത്ര സമയമേഖലകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു? 24
സമയമേഖലകളുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഫ്രാൻസ് ആണ്. ഇന്ത്യക്ക് ഒരു സമയമേഖലയേ ഉള്ളൂ. അത് 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ആധാരമാക്കിയാണ് ഇന്ത്യയുടെ സമയമേഖല. ഇത് ഇന്ത്യയുടെ ഈ 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശം കടന്നു പോകുന്നത് 5 സംസ്ഥാനങ്ങളിലൂടെയാണ്. കേട്ടിട്ടുണ്ടല്ലോ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം എന്ന് പറയുന്നത് മിർസാപൂരാണ്. ഉത്തർപ്രദേശിലെ അലഹബാദിലുള്ള മിർസാപൂർ. അവിടെ ഒരു ക്ലോക്ക് ടവർ സ്ഥാപിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ, അല്ലേ? അപ്പോൾ അതാണ് ഈ 82.5 ഡിഗ്രി കടന്നു പോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് ഓർത്തേ. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, രണ്ടാമത്തത് മധ്യപ്രദേശ്, മൂന്നാമത്തത് ഛത്തീസ്ഗഡ്, നാലാമത്തത് ഒഡീഷ, അഞ്ചാമത്തത് ആന്ധ്രാപ്രദേശ്. 5 സംസ്ഥാനങ്ങളിലൂടെ 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശം കടന്നു പോകുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചോളുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ പ്രോബ്ലം, ഒരു പ്രദേശത്തെ പകൽ സമയത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആയി കണക്കാക്കുക. എങ്കിൽ ആ പ്രദേശത്ത് നിന്ന് മുകളിലേക്ക് 3300 മീറ്റർ ഉയരത്തിൽ അനുഭവപ്പെടുന്ന താപനില എത്രയായിരിക്കും? അപ്പോൾ ഒരു പ്രദേശത്ത് പകൽ സമയത്ത് 35 ഡിഗ്രി സെൽഷ്യസ് അനുഭവപ്പെടുന്നു എങ്കിൽ അവിടെ നിന്ന് മുകളിലേക്ക് 3300 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ 3300 മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് എത്രയായിരിക്കും താപനില എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇത്രയും ഉയരത്തിലുള്ള സ്ഥലത്തിൻ്റെ? വളരെ സിമ്പിളാണ്. ട്രോപ്പോസ്ഫിയർ എന്നറിയപ്പെടുന്ന അന്തരീക്ഷ ഭാഗം ഉണ്ടല്ലോ, നമ്മളൊക്കെ ജീവിക്കുന്ന മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ ഭാഗം. ഈ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയും. ഓരോ 165 മീറ്റർ നമ്മൾ ഉയരത്തിൽ പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയും. അങ്ങനെയെങ്കിൽ 1650 മീറ്റർ ഉയരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ 10 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയും. അങ്ങനെയെങ്കിൽ 1650ൻ്റെ ഗുണം 2 3300 മീറ്റർ. 3300 മീറ്റർ ഉയരത്തിൽ പോകുമ്പോൾ 10ൻ്റെ 2 നോക്കിയാൽ പോരെ, 20 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയും. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു താപനില? 35 ഡിഗ്രി ആയിരുന്നു താപനില, അല്ലേ? 35 ഡിഗ്രി ആയിരുന്നു സെൽഷ്യസ് താപനില. 35 ഡിഗ്രിയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് കുറച്ചാൽ മതി. 35ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 35ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? 15 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 15 ഡിഗ്രി സെൽഷ്യസ്. ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയുന്ന ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെന്ത്? ക്രമമായ താപനഷ്ട നിരക്ക്, ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇത് കാരണമാണ് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ തുടങ്ങി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ താപനില കുറവ് അനുഭവപ്പെടുന്നത്. ഈ പ്രതിഭാസമാണ് അതിൻ്റെ എല്ലാം കാരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഇതെല്ലാം ശരിയായി എന്ന് വിചാരിക്കുകയാണ്. ആദ്യത്തെ 3 ചോദ്യങ്ങളും നിങ്ങൾ ശരിയാക്കിയെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഭൂമിയിൽ 9 ഡിഗ്രി നോർത്ത് അക്ഷാംശം കടന്നു പോകുന്ന ഒരു പ്രദേശവും 19 ഡിഗ്രി നോർത്ത് അക്ഷാംശവും കടന്നു പോകുന്ന പ്രദേശവും തമ്മിലുള്ള ദൂരവ്യത്യാസം എത്ര? ഇവിടെ സമയവ്യത്യാസമല്ല ചോദിച്ചേക്കുന്നത്, ദൂരവ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ രേഖാംശങ്ങൾ വെച്ചിട്ടാണ് ചോദ്യം വന്നത്, ഇവിടെ അക്ഷാംശങ്ങൾ വെച്ചിട്ടാണ് ചോദ്യം. അതായത് 9 ഡിഗ്രി അക്ഷാംശം കടന്നു പോകുന്ന, അത് 9 ഡിഗ്രി നോർത്ത് എന്ന് എടുത്ത് പറയുന്നുണ്ടേ, 9 ഡിഗ്രി നോർത്ത് കടന്നു പോകുന്ന ഒരു സ്ഥലത്തെ ആളും 19 ഡിഗ്രി നോർത്ത് കടന്നു പോകുന്ന, ഇവിടെ 19 ഡിഗ്രി നോർത്ത് എന്ന് എടുത്ത് പറയുന്നുണ്ട്, 19 ഡിഗ്രി നോർത്ത് കടന്നു പോകുന്ന അല്ലെങ്കിൽ അക്ഷാംശം കടന്നു പോകുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദൂരവ്യത്യാസം എത്രയാണ്? 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 111 കിലോമീറ്റർ ആണ്. 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 111 കിലോമീറ്ററാണ്. ഇവിടെ 9ൽ നിന്ന് 19 എന്ന് പറയുമ്പോൾ 10 അക്ഷാംശങ്ങളായി, അല്ലേ? അപ്പോൾ വ്യത്യാസം എത്ര വരും? 111 ഗുണം 10 എന്ന് നമുക്ക് കിട്ടും, അല്ലേ? 111 ഗുണം 10 എന്ന് നമുക്ക് കിട്ടും. നമ്മുടെ ആൻസർ എത്രയാണ്? 1110 കിലോമീറ്റർ. ആൻസർ എത്രയാണ്? 1110 കിലോമീറ്റർ. അതായത് 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 111 കിലോമീറ്റർ. അപ്പോൾ 10 അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 111 ഗുണം 10 എന്ന് എടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിട്ട് കിട്ടി? 1110 കിലോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. 1110 കിലോമീറ്റർ. ക്ലിയർ? ഇനി മറ്റൊരു ചോദ്യം. ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം 100 മില്ലിബാർ ആണ് എന്ന് കരുതുക. എങ്കിൽ അവിടെ നിന്ന് നേരെ മുകളിൽ 1 കിലോമീറ്റർ ഉയരത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം എത്രയായിരിക്കും? അതായത് ഒരു പ്രദേശത്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് എത്രയാണ്? 1000 മില്ലിബാർ. 100 അല്ല, 1000 മില്ലിബാർ ആണെന്ന് കരുതുക. ഇവിടെ 1000 മില്ലിബാർ ആണ് അന്തരീക്ഷ മർദ്ദം.
എങ്കിൽ അവിടെ നിന്ന് നേരെ ഉയരത്തിൽ 1 കിലോമീറ്ററിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം എത്രയായിരിക്കും? 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മീറ്ററായി? 1000 മീറ്ററായി. എത്ര മീറ്ററായി? 1000 മീറ്റർ. 1000 മീറ്റർ ഉയരത്തിൽ എത്രയാണ് അന്തരീക്ഷ മർദ്ദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്തരീക്ഷ മർദ്ദവും ഉയരത്തിനനുസരിച്ച് കുറയും. ഓരോ 10 മീറ്ററിലും 1 മില്ലി ബാർ എന്ന തോതിൽ അന്തരീക്ഷ മർദ്ദം കുറയും. എങ്കിൽ 100 മീറ്ററിൽ എത്ര കുറയും? 10 മില്ലി ബാർ കുറയും. എങ്കിൽ 1000 മീറ്ററിൽ എത്ര കുറയും? 100 മില്ലി ബാർ കുറയും. അതായത് ഇവിടെ അനുഭവപ്പെടുന്ന 1000-ൽ നിന്ന് 100 കുറച്ചാൽ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 മീറ്ററിൽ അന്തരീക്ഷ മർദ്ദം കിട്ടും. എത്രയാണ്? ഇവിടെ 1000 ആയിരുന്നു, 100 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 900 മില്ലി ബാർ എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? 900 മില്ലി ബാർ. അപ്പോൾ എന്താണ് കണക്ക് ഇവിടുത്തെ? ഓരോ 10 മീറ്ററിലും അന്തരീക്ഷത്തിൽ ഓരോ 10 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും 1 മില്ലി ബാർ കുറയും എന്ന് പറയുന്ന ഈ കണക്കിൽ നിന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 900 മില്ലി ബാർ. ആൻസർ ഏതാണ്? 900 മില്ലി ബാർ. അടുത്ത ചോദ്യം. കൊച്ചി നഗരത്തിലെ ഒരു ദിവസത്തെ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസും ആണെങ്കിൽ ദൈനിക താപാന്തരം എത്രയാണ്? ചോദിച്ചേക്കുന്നത് ദൈനിക താപാന്തരമാണ്. എന്താണ് ഈ ദൈനിക താപാന്തരം? അതറിയാതെ ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ദൈനിക താപാന്തരം? ഒരു ദിവസത്തെ കൂടിയ താപനിലയും ആ ദിവസത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. ഒരു ദിവസത്തെ കൂടിയ താപനിലയും അതേ ദിവസത്തിലെ കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ദൈനിക താപാന്തരം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡൈയർണൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ് ആണ് അന്നത്തെ, അല്ലേ? കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒരു ദിവസത്തെ കൂടിയ താപനില 38ഉം കുറഞ്ഞത് 32ഉമാണ്. നമ്മുടെ ആൻസർ എത്രയാണെന്ന് കിട്ടി? 6 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി ആൻസർ. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 6 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ദൈനിക ശരാശരി താപനിലയുണ്ട്. ദൈനിക ശരാശരി താപനില, ദൈനിക താപാന്തരം ചോദിച്ചു. ഇനി ദൈനിക ശരാശരി താപനില ചോദിക്കാം. അടുത്ത എങ്ങനെയാണ് ആൻസർ നമ്മൾ എടുക്കേണ്ടത്? ഒരു ദിവസത്തെ കൂടിയ താപനിലയും അതേ ദിവസത്തെ കുറഞ്ഞ താപനിലയും തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് ദൈനിക ശരാശരി താപനില കിട്ടും. 38ഉം 32ഉം എത്രയാണ്? 30, 60, 8, 2, 10. അപ്പോൾ 70 ഭാഗം 2 എന്ന് കിട്ടി, അല്ലേ? 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ദൈനിക ശരാശരി താപനില. ദൈനിക താപാന്തരം എത്രയാണെന്നും ദൈനിക ശരാശരി താപനില എത്രയാണെന്നും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഇനി ഈ ദൈനിക താപാന്തരവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദൈനിക താപാന്തരം ഇപ്പോൾ ഇവിടെ 38 - 32 ആൻസർ 6 എന്ന് കിട്ടി, അല്ലേ? ദൈനിക താപാന്തരം ഇവിടെ കാര്യമായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊച്ചി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ദൈനിക താപാന്തരം കുറവാണ്. എന്തുകൊണ്ട് ഇവിടെ ദൈനിക താപാന്തരം കുറഞ്ഞു എന്ന് ചോദിച്ചാൽ കടലിൻ്റെ സാമീപ്യമുള്ളതുകൊണ്ടാണ് ഇവിടെ ദൈനിക താപാന്തരം കുറയുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് അനുഭവപ്പെടുന്നത്. അവിടെ പകൽ സമയത്തെ ചൂടും രാത്രി സമയത്തെ തണുപ്പും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവത്തില്ല. എന്നാൽ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഡൽഹി, അതേപോലെ തന്നെ പഞ്ചാബ്, ലുധിയാന അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ ദൈനിക താപാന്തരം കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് പകൽ സമയത്ത് 40 ഡിഗ്രി സെൽഷ്യസും, ഇപ്പോൾ ഡൽഹിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് പകൽ സമയത്ത് 40 ഡിഗ്രി സെൽഷ്യസും രാത്രിയാകുമ്പോൾ ചിലപ്പോൾ അതൊരു 20 ഡിഗ്രി സെൽഷ്യസുമായിട്ട് മാറും രാത്രി താപനില. അപ്പോൾ ദൈനിക താപാന്തരം എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പം കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ദൈനിക താപാന്തരം കുറവായിരിക്കും. കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ദൈനിക താപാന്തരം കൂടുതലായിരിക്കും. കാരണം ഇവിടെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് അനുഭവപ്പെടും. ഈ ഡേ ആൻഡ് നൈറ്റ് ടെമ്പറേച്ചറുള്ള ചേഞ്ചസ് ഇവിടെ എപ്പോഴും കൂടുതലായിരിക്കും. അതിനാൽ തന്നെ ഇവിടെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് അനുഭവപ്പെടും എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. ദൈനിക ശരാശരി താപനില എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന വികിരണത്തെ 100% കണക്കാക്കിയാൽ ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്ന എത്ര ശതമാനമാണ്? അപ്പോൾ ഇതും നമുക്കൊരു ചെറിയ പ്രോബ്ലമായിട്ട് കണക്കാക്കാം, അല്ലേ? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന വികിരണത്തെ 100% കണക്കാക്കിയാൽ അവയിൽ ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത് എത്ര ശതമാനമാണ്? ആൻസർ എന്ന് പറയുന്നത് 51%. 100% സൂര്യനിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷേ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ കുറച്ച് പ്രതിഫലിക്കും, കുറച്ച് ചെതറിപ്പോകും, കുറച്ച് ആഗിരണം ചെയ്യപ്പെടും. മിച്ചം 51% മാത്രമേ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തപ്പെടത്തുള്ളൂ. ഇത് ഹീറ്റ് ബഡ്ജറ്റ് എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഒരു ഏരിയ ആണ്. സൂര്യനിൽ നിന്ന് വരുന്ന വികിരണങ്ങൾ പല രീതിയിൽ പ്രതിഫലിച്ചും ചെതറിയും ആഗിരണം ചെയ്യപ്പെട്ടതിന് ശേഷം വെറും 51% മാത്രമാണ് ഭൗമോപരിതലം ആഗിരണം ചെയ്യുന്നത്. 35%, 35%, ഈ 100-ൽ 35%, ശ്രദ്ധിച്ചോണം, ഈ 100-ൽ 35% അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പ്രതിഫലിച്ച് ശൂന്യാകാശത്തേക്ക് മടങ്ങിപ്പോകുന്നു. ഇതിനെയാണ് ഭൂമിയുടെ പ്രതിഫലനത്വം അല്ലെങ്കിൽ ആൽബെഡോ ഓഫ് ദ എർത്ത് എന്ന് വിളിക്കുന്നത്. ആൽബെഡോ ഓഫ് ദ എർത്ത് ഒരു പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരുന്നു, അല്ലേ? ഭൂമിയിലേക്ക് എത്തുന്ന സൗരവികിരണത്തിൻ്റെ 35% അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പ്രതിഫലിച്ച് ശൂന്യാകാശത്തേക്ക് മടങ്ങിപ്പോകുന്നതിനെയാണ് ആൽബെഡോ ഓഫ് ദ എർത്ത് എന്ന് വിളിക്കുന്നത്. ബാക്കി ഇനി 65% മാത്രമേ ഉള്ളൂ. 35 പോയി, 65. ഈ 65-ൽ
14%. മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നു അവിടെ എഴുതി വെച്ചേക്കുന്നത്, ശരിക്കും അന്തരീക്ഷമാണ് ആഗിരണം ചെയ്യുന്നത്. 14. അന്തരീക്ഷം ആഗിരണം ചെയ്തതിൻ്റെ മിച്ചം മാത്രമേ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നുള്ളൂ. ആ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നത് വെറും ബാക്കി 51%. ഈ കിട്ടിയ 51%ത്തെ ഭൂമി പ്രതിഫലിപ്പിക്കും അല്ലേ? ഇത് ദീർഘതരംഗ രൂപത്തിൽ ശൂന്യാകാശത്തേക്ക് മടങ്ങിപ്പോകും. അതിൽ 17%, 51-ൽ 17% മടങ്ങിപ്പോകുന്നു. ബാക്കി എത്രയുണ്ട്? 34% ഉണ്ട്. ഈ 34%ത്തെ വീണ്ടും അന്തരീക്ഷം ആഗിരണം ചെയ്യുന്നു. ഈ 34%ത്തെ ആരാഗിരണം ചെയ്യുന്നു? വീണ്ടും അന്തരീക്ഷം ആഗിരണം ചെയ്യുന്നു. ഈ തിരിച്ചു പോകുന്ന ഭൂമിയിൽ നിന്ന് തിരികെ പ്രതിഫലിക്കുന്ന ഈ ഊർജ്ജത്തെ ഭൗമവികിരണം എന്ന് നമ്മൾ വിളിക്കുന്നു. ഇത് ദീർഘതരംഗ രൂപത്തിലാണ് പ്രതിഫലിക്കുന്നത് കേട്ടോ. ദീർഘതരംഗ രൂപത്തിൽ. സൂര്യനിൽ നിന്ന് വരുന്നത് ഹ്രസ്വതരംഗ രൂപത്തിൽ, അതാണ് സൗരവികിരണം. ഭൂമിയിൽ നിന്ന് പ്രതിഫലിക്കുന്നത് ഭൗമവികിരണം. ഇത് ദീർഘതരംഗ രൂപത്തിലുള്ള വികിരണങ്ങളാണ്. ലോങ് വേവ് റേഡിയേഷൻ ആണ്. മറ്റേത് ഷോർട്ട് വേവ് റേഡിയേഷൻ ആയിരുന്നു സൂര്യനിൽ നിന്ന് വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് ഹീറ്റ് ബജറ്റ് എന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ പറയുന്ന കാര്യം. ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുന്നത് വെറും 51% കാര്യം ഓർത്തോണം. 100% കണക്കാക്കുമ്പോഴാണ് 51. ഇത് പ്രോബ്ലം ആയിട്ട് ചിലപ്പോൾ അവർക്ക് ഇട്ട് തരാം. സൂര്യനിൽ നിന്ന് വരുന്ന അളവ് ഇത്രയാണ് എങ്കിൽ അതിന് 51% നിങ്ങൾ കണ്ടുപിടിച്ചോണം. 50 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നേരെ പകുതി എടുത്താൽ മതി. മനസ്സിലായോ? അങ്ങനെ 51% കണ്ടുപിടിച്ച് ആൻസർ ചെയ്തോണം. ചിലപ്പോൾ ഇത് അവർ 100 തന്നെ ചിലപ്പോൾ തരത്തില്ല. ഇത്ര വോൾട്ട് ഊർജ്ജമാണ് വരുന്നത് എങ്കിൽ ബാക്കി എത്രയായിരിക്കും ഭൂമിയുടെ ഉപരിതലം ആഗിരണം ചെയ്യുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് ഈ ഒരു ഇക്വേഷൻ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഓർത്ത് വെച്ച് അത് ആൻസർ ചെയ്തോണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനകത്ത് ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ജോഗ്രഫിയിലെ കണക്കുകൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്ക്, ഒരു വെറൈറ്റി ടോപ്പിക്കായിരുന്നു. കുറച്ച് പ്രോബ്ലംസ്, സാധാരണ ജോഗ്രഫി എക്സാംസിന് കടന്നു വരുന്ന കുറച്ച് പ്രോബ്ലംസ്. അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് തന്നെ, ആദ്യം പഠിച്ചത് നമ്മുടെ കേറ്ററ്റ് എക്സാമിന് ചോദിച്ചതാണ്. ആദ്യം പഠിച്ച ചോദ്യത്തിനകത്ത് ഡിഗ്രി ഷീറ്റെ പറ്റിയുള്ള ചോദ്യം കഴിഞ്ഞ LDC മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. ബാക്കിയൊക്കെ പല എക്സാംസിനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ചോദിച്ച ഒരു മറ്റേ നമ്മുടെ രേഖാംശങ്ങൾ വെച്ചുകൊണ്ട് സമയം കണ്ടുപിടിക്കുന്ന ചോദ്യം. ഇതെല്ലാം പല പരീക്ഷകൾക്ക് പലപ്പോഴായിട്ട് കടന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാനിത് സിമ്പിളായിട്ട് ചെയ്തു. എനിക്ക് മാത്സ് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ചില വെറൈറ്റി ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.